അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയാം. അതായത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരമാണല്ലോ നമുക്ക് എക്സാമിന് വരാറുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചോദ്യം റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ ആൻസർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ തന്നിരിക്കുന്ന ചോദ്യം ഒരു WH ക്വസ്റ്റ്യൻ ആണോ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സ്പീച്ച് പാർട്ടിനെയും റിപ്പോർട്ടിംഗ് പാർട്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കേണ്ടതുണ്ട്? ഇഫോ അതല്ലെങ്കിൽ വെദറോ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ചോദ്യം കാണുമ്പോഴേക്ക് അത് എസ് ഓർ നോ ആണോ WH ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അതായത് ഈ ഒരു റൂൾ അറിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഓക്സിലറി വെബിൽ തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. ഇതറിയാത്ത ഇങ്ങനെയൊരു റൂൾ ഉണ്ട് എന്ന് അറിയാത്ത കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി തെറ്റിച്ചെഴുതാനേ അവിടെ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം യെസ് ഓർ നോയിലാണോ WH ആണോ ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. യെസ് ഓർ നോയിലാണ് ചോദ്യം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫോ വെദറോ ഉപയോഗിക്കണം എന്നുള്ള ആ റൂള് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞാലടാ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ഏതൊരു സെൻറ്റൻസ് ആയി കഴിഞ്ഞാലും അത് ഏത് ടെൻസിലാണ്, പ്രസൻറ്റ് ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് പ്രധാനമായും ടെൻസ് റിലേറ്റഡ് ആയിട്ട് റൂളേ ഉള്ളൂ, അല്ലേ? അതായത് പ്രസൻറ്റ് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് പാസ്റ്റ് ആകുന്നതും പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നതും എന്ത് ചെയ്യണം, നമ്മളിവിടെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ഒരു സെൻറ്റൻസ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ അതായത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സിംപ്ലി നമുക്ക് പറയാം, ഓക്സിലറി വേർബിനകത്തെ ഈസ്, ആം, ആർ, ഡു, ഡസ്, ഹാവ്, ഹാസ്, ഇത്രയും ഓക്സിലറി വേർബ്സ് പ്രസൻറ്റ് ടെൻസിനെ കാണിക്കുന്ന ഓക്സിലറീസ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഇതിലേതെങ്കിലും ഓക്സിലറി വേർബ് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പ്രസൻറ്റ് ടെൻസിലാണ്. ആ ഒരു സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റിലേക്ക് മാറും, അല്ലേ? ഈസോ, ആമോ, ആറോ, ഈസോ, ആമോ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാസ് എന്നും, ആർ ഉണ്ടെങ്കിൽ വേറെന്നും ആയിട്ട് മാറും. അതാണ് പ്രസൻറ്റ് പാസ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ. ഡു, ഡസ് ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് എന്താവും, ഡിഡ് എന്നാവും. ഹാവോ, ഹാസോ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് എന്താവും, ഹാഡ് ആയിട്ട് മാറും. ഇതാണ് പ്രസൻറ്റ് പാസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ. ഇനി ഒരു സാധ്യതയും കൂടെ ഇവിടെ മനസ്സിലാക്കുക, സെൻറ്റൻസിനകത്ത് ഓക്സിലറി വേർബ് ഇല്ലയെന്ന് കരുതുക, ഒരു മെയിൻ വേർബ് അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ V1 മാറിയിട്ട് എന്താവും, V2 ആവും. ഇതാണ് പ്രസൻറ്റ് പാസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ഓക്സിലറി വേർബിനകത്ത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന ഓക്സിലറീസ് ആണ് വാസ്, വേർ, ഡിഡ്, ഹാഡ്. ഇതിലേതെങ്കിലും ഡയറക്റ്റ് സ്പീച്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഏതുപയോഗിക്കണം, അവിടെ ഹാഡ് പ്ലസ് V3 ഹാഡ് ഉപയോഗിക്കുക. ആ ഡയറക്റ്റ് സ്പീച്ചിനകത്തുള്ള വേർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്രയും റൂളുകൾ അറിയുന്ന പക്ഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കോമൺ ആയിട്ടുള്ള ഈ കോമൺ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് പഠിക്കണേ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണേ. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ, 2016 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. മിസ്റ്റർ തോററ്റ് സത്യജിത് റേയുടെ അടുത്ത് ചോദിക്കുന്നു, ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ ഫോർ? ആൻസർ പറഞ്ഞത്, ഐ നീഡ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് അവേഴ്സ്. അപ്പം ഞാൻ പറയുന്ന പോലെ ആണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഈ ചോദ്യം എന്തിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് നോക്കുക. ഹൗ ലോങ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡല്ലേ, ക്വസ്റ്റ്യൻ വേർഡിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ, തോററ്റ് ആസ്ഡ്, ഇതൊരു ചോദ്യമാണെന്നുള്ളത് കൊണ്ട് ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ആസ്ഡ് ആണ് എന്നറിയാത്തവരില്ലല്ലോ. തോററ്റ് ആസ്ഡ് മിസ്റ്റർ റേ, അല്ലെങ്കിൽ തോററ്റ് ആസ്ഡ് റേ. ഇനി നമ്മൾ ആദ്യം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ വേർഡാണ്. അതായത് ഒരു WH ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം, അതായത് ഇവിടെ നമ്മൾ മിസ്റ്റർ തോററ്റ് ആസ്ഡ് റേ എന്ന് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടെ ഏതാ ക്വസ്റ്റ്യൻ വേർഡ്, ഹൗ ലോങ്. അത് കഴിഞ്ഞ് ഒരു ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്.
നോർമലി ഒരു ചോദ്യത്തിനകത്ത് സബ്ജക്റ്റ് ഓക്സിലറി വേർബ് കഴിഞ്ഞാണ് ഉണ്ടാവുക. ഇവിടെ ഏതാ സബ്ജക്റ്റടാ? യു എന്നുള്ളതല്ലേ. ഹൗ ലോങ് ഡു എന്ന ഓക്സിലറി വേർബ് കഴിഞ്ഞാണ് സബ്ജക്റ്റ് ഉള്ളത്. യു എന്നുള്ളതാണ്. അത് നമ്മൾ ചേഞ്ച് ആക്കും. യു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആണിനോടാണെങ്കിൽ ഹി എന്നും അല്ലെങ്കിൽ ഷീ എന്നും ആയിട്ട് മാറൂലേ. അപ്പോൾ ഇവിടെ റേയോടാണ് ചോദിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഹൗ ലോങ് ഹി. ഇനി ഓക്സിലറി വേർബ് ചേഞ്ച് ആക്കണം. ഓക്സിലറി വേർബ് അവിടെ യൂസ് ചെയ്തത് ഡു അല്ലേ. ഡു വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഡിഡ് ആവൂലേ. അപ്പോൾ എങ്ങനെ വരും? ഹൗ ലോങ് ഹി ഡിഡ് നീഡ് ദ ടൈഗർ ഫോർ. അവിടെ ഡിഡ് നീഡ് എന്ന് പറയുന്നതിന് പകരം ഈ നീഡിൻ്റെ സെക്കൻഡ് ഫോം അങ്ങനെ തന്നെ എഴുതി വെച്ചാലും ഓക്കെയാണ്. ഹൗ ലോങ് ഹി നീഡഡ് ദ ടൈഗർ ഫോർ. അപ്പോൾ ആ ചോദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തരം നിങ്ങൾ നോക്കുക. റേ റിപ്ലൈഡ് ദാറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് കൊടുക്കണം. റേ റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് കോമൺ ചേഞ്ച് ആണ്, ആണായതുകൊണ്ട് ഹി എന്ന് വന്നു. നീഡ്, ആ സെൻറ്റൻസ് V1 അല്ലേടാ, പ്രസൻറ്റ് ടെൻസ് അല്ലേ, പാസ്റ്റ് ടെൻസിലേക്ക് മാറണ്ടേ. അപ്പോൾ ഹി നീഡഡ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് അവേഴ്സ് അല്ലേ. അവിടെ ഇറ്റ് അങ്ങനെ എഴുതിയാലും ഇനി ദാറ്റ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? അപ്പോൾ മാർത്ത് പറയുന്നു ഹി വിൽ നോട്ട് ഗിവ് ദ മണി. നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നോക്കുക. ഇത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എഴുതി തുടങ്ങുകയാണ് പ്രിൻസിപ്പാൾ ആസ്ഡ് മാർത്ത. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യമാണെന്നുള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആദ്യം എഴുതി വാട്ട് അല്ലേ. ഇനി സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? യെസ്, യുവർ ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറൂലേ, യുവർ എന്നുള്ളത് മാറൂലേ. യെസ്, ഹർ എന്നായിട്ട് മാറും. വാട്ട് ഹർ ഗ്രാൻഡ് ഫാദർ. ഇനി നോക്ക് നിങ്ങൾ, അവിടെ യൂസ് ചെയ്ത ഓക്സിലറി വേർബ് ഡിഡ് അല്ലേ. ഡിഡ് പാസ്റ്റ് ടെൻസിലല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂൾ പ്രകാരം പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണ്ടേ. അപ്പോൾ അതെങ്ങനെ വരും? വാട്ട് ഹർ ഗ്രാൻഡ് ഫാദർ ഹാഡ് സേ എന്ന വേർബിൻ്റെ തേർഡ് ഫോം സെറ്റ്, അങ്ങനെ വരും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. പ്രിൻസിപ്പാൾ ആസ്ഡ് മാർത്ത വാട്ട് ഹർ ഗ്രാൻഡ് ഫാദർ ഹാഡ് സെറ്റ്. അപ്പോൾ ഉത്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? മാർത്ത റിപ്ലൈഡ് ദാറ്റ് ഹി വിൽ എന്നത് കോമൺ ചേഞ്ച് ആണ്. വില്ല് മാറിയിട്ട് എന്താകും? വുഡ് ആകും. വുഡ് നോട്ട് ഗിവ് ദ മണി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദിസ് വൈൽഡ് റാബിറ്റ്? അവർ ചിൽഡ്രൻ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇതിനകത്ത് മദർ ആസ്ഡ് ഫാദർ. ക്വസ്റ്റ്യൻ വേർഡ് ഏതാടാ? വാട്ട് അല്ലേ. അപ്പോൾ നമ്മൾ വാട്ട് എന്ന് എഴുതി. വാട്ട്, ഇനി യു എന്ന സബ്ജക്റ്റ് മാറിയിട്ട് ഹി ആകും. വാട്ട് ഹി. ആറ് ഓക്സിലറി വേർബ് ആറാണ്. ആറ് മാറിയിട്ട് എന്താവുക? റൂള് പ്രകാരം ആറ് മാറിയിട്ട് വേറാണ് ആകുന്നത്. പക്ഷേ ഇവിടെ യു എന്ന സബ്ജക്റ്റ് മാറിയിട്ട് ഏകവചനമായിട്ട് മാറുന്നുണ്ട്, ഹി എന്നായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ആറ് മാറിയിട്ട് എന്തേ ആവുള്ളൂ? വാസേ ആവുള്ളൂ. വാട്ട് ഹി വാസ് ഗോയിങ് ടു ഡു വിത്ത് ദിസ് എന്നത് ചേഞ്ച് ആയിട്ട് ദാറ്റ് വൈൽഡ് റാബിറ്റ് എന്നാവും. ഉത്തരവ് ഫാദർ റിപ്ലൈഡ് ദാറ്റ്. ആ എന്നുള്ളത് കോമൺ ചേഞ്ച് ആണ്. ദെയർ ചിൽഡ്രൻ വില്ല് മാറിയിട്ട് വുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്, അങ്ങനെ വരും അല്ലേ. സോ ദ നെക്സ്റ്റ് നോക്ക്. സൺ വോ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫാദർ? ഐ പെഗ്ഡ് ഇറ്റ് അപ്പ് എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. സൺ ആസ്ഡ് ഫാദർ. ക്വസ്റ്റ്യൻ വേർഡ് വോർ. സബ്ജക്റ്റ് യു എന്നല്ലേ, അത് മാറിയിട്ട് ഹി ആകും. വോർ ഹി. ഓക്സിലറി ഡിഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ വോർ ഹി ഹാഡ് ഗോട്ട് ഇറ്റ് ഫാദർ അല്ലേ. ഗെറ്റിൻ്റെ തേർഡ് ഫോം ഗോട്ട് അല്ലേ. അപ്പോൾ ഹാഡ് ഗോട്ട് എന്നായിട്ട് മാറും. റിപ്ലൈ എന്താ പറയുക? ഫാദർ റിപ്ലൈഡ് ദാറ്റ് ഹി പിക്ഡ് എന്ന് പറയുന്നത് V2 അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആവണ്ടേ. അപ്പോൾ ഹി ഹാഡ് പിക്ഡ് ഇറ്റ് അപ്പ് എന്ന് വരും അല്ലേ. സുധൻ, ഇനി നമുക്ക് ഇതിനകത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇതിനിടയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ആൻസർ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനകത്ത് അവിടെ കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഇവിടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രണ്ട്, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ? അപ്പോൾ ഡോക്ടർ പറയുന്നു ഐ ഹാവ് നെവർ സീൻ ഇറ്റ് ടിൽ ടുഡേ. ഇതിനകത്ത് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലാണ് ചോദ്യം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫോ വിതറോ കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക, ഫ്രണ്ട് ആസ്ഡ് ഡോക്ടർ. ഇവിടെ ഓക്സിലറി വേർബിലാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട്
നമ്മളവിടെ അതിനുശേഷം കണക്ട് ചെയ്യാൻ ഇഫോ വെതറോ കൊടുക്കണം. അപ്പം ഞാൻ കൊടുക്കുകയാണ് ഫ്രണ്ട് ആസ്ക്ഡ് ഡോട്ടർ ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ആ ക്വസ്റ്റ്യനകത്ത് ഡിഡ് കഴിഞ്ഞാണ് യു എന്നുള്ളത്. യു എന്നുള്ളത് മാറൂലേ, ഡോക്ടറോടല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഡോക്ടർ ആണെന്നുള്ളത് കൊണ്ട് ഹി എന്നാകാണ്. ഇഫ് ഹി, ഇനി ഓക്സിലറി വേർബിലേക്ക് വരിക. അവിടെ ഡിഡ് ആണല്ലോ, ഡിഡ് പാസ്റ്റ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആവണ്ടേ. അപ്പോൾ ഹാഡ് സീ എന്ന വേർബിൻ്റെ തേർഡ് ഫോം സീന്. ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്നാവും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഫ്രണ്ട് ആസ്ക്ഡ് ഡോട്ടർ ഇഫ് ഹി ഹാഡ് സീൻ ദ സ്നേക്ക് ദ ഫോളോയിങ് ഡേ. അപ്പോൾ ഡോക്ടർ റിപ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ റിപ്ലൈഡ് ദാറ്റ് ഐ മാറിയിട്ട് ഹി, ഹാവ് മാറിയിട്ട് ഹാഡ് നെവർ സീൻ ഇറ്റ്, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ദാറ്റ് എന്നാക്കാം. ടിൽ ടുഡേ, ടുഡേ എന്നുള്ളത് കോമൺ ചേഞ്ച് അല്ലേ, മാറൂലേ. ടിൽ ദാറ്റ് ഡേ എന്നായിട്ട് എന്ത് ചെയ്യും, അതവിടെ മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ യെസ് ഓർ നോയിൽ തുടങ്ങുന്ന ഒരു ചോദ്യം കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചെയ്തു കേട്ടോ. ഇനി യെസ് ഓർ നോയിൽ തുടങ്ങുന്നത് തന്നെ ഒന്നുകൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 17th കണ്ടോ നിങ്ങൾ. മിസ്റ്റർ ജോൺ ഡോക്ടർ ക്രോണിനോട് ചോദിക്കുന്നു, ടു യു റിമെമ്പർ മീ. അപ്പോൾ ക്രോണിൻ റിപ്ലൈ ചെയ്തത് ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ് എന്നാണ്. എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ, ഓക്സിലറി വേർബിലാണ് തുടങ്ങുന്നതെന്നുള്ളത് കൊണ്ട് ഇഫോ വെതറോ കൊടുക്കണം. ഞാനിവിടെ വെത കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചില ആളുകൾ ധരിക്കും ഇഫേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വെത കൊടുക്കുകയാണ്. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ വെദർ, ഇനി സബ്ജക്റ്റ് യു എന്ന സബ്ജക്റ്റ് മാറിയിട്ട് എന്താകും, ഹി. വെദർ ഹി, ഇനി ഓക്സിലറി വേർബാണ് ചേഞ്ച് ആക്കേണ്ടത്. ഓക്സിലറി വേർബ് ചേഞ്ച് ആക്കുമ്പോൾ ഡു മാറ്റിയിട്ട് ഡിഡ് റിമെമ്പർ ഹിം എന്നെഴുതാം. അതല്ലെങ്കിൽ വെദർ ഹി റിമെമ്പേർഡ് ഹിം എന്നായിക്കഴിഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ റിപ്ലൈ എങ്ങനെ ചെയ്യുക? ഡോക്ടർ ക്രോണിൻ റിപ്ലൈഡ് ദാറ്റ് ഐ മാറിയിട്ട് ഹി, ഹാവ് മാറിയിട്ട് ഹാഡ്, നെവർ സീൻ യു എന്നത് മാറിയിട്ട് ഹിം ഇൻ ഹിസ് ലൈഫ്, മൈ എന്ന് മാറിയിട്ട് ഹിസ്സായിട്ട് മാറും. അങ്ങനെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ കോമൺ ചേഞ്ചസ് കാണാതെ പഠിക്കുക, എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ് റിപ്പോർട്ടർ സ്പീച്ച്. ശരിക്കും ആധികാരികമായി തന്നെ പഠിക്കണം. എങ്ങനെയൊരു ചോദ്യം റിപ്പോർട്ട് ചെയ്യാം, എങ്ങനെയൊരു റിപ്ലൈ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. സോ വിഷിംഗ് യു ഓൾ ദ വെരി വെരി ബെസ്റ്റ്.